ഹായ് ഓൾ, നമ്മളിന്ന് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൊഡ്യൂൾ സെക്കൻഡിൽ നമ്മൾ മെറ്റീരിയൽ പ്രൈസിംഗ് ആണ് പഠിച്ചത്. അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ 3 എലമെൻ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. അപ്പോൾ നമ്മൾ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയൽ പ്രൈസിങ്ങും മെറ്റീരിയൽ സ്റ്റോക്ക് ലെവൽസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ രണ്ടാമത്തെ എലമെൻ്റായ ലേബർ കോസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്. അതിൽ തന്നെ 2 ചാപ്റ്ററായിട്ട് തന്നിട്ടുണ്ട്. ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് ഉണ്ട്. അതുകൂടാതെ വേറൊരു ചാപ്റ്റർ കൂടി. അങ്ങനെ 2 ചാപ്റ്ററായിട്ടാണ് ഈ മൊഡ്യൂൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചാപ്റ്ററായ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് ചാപ്റ്ററിൽ വേജ് പേയ്മെൻറ്റിൻ്റെ സിസ്റ്റംസ് ആണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് വേജ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലേബറിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്. ജസ്റ്റ് ഒരു ടേം എൻ്റെ മീനിങ്, ലേബർ കോസ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ: ലേബറിന് നമ്മൾ അവർ ചെയ്യുന്ന ജോലിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്. പക്ഷേ ഇന്ന് പുതിയ ഒരു കാലഘട്ടത്തിൽ ഈ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മിയർ ഈ പേയ്മെൻറ്റ് മാത്രമല്ല വരുന്നത്. അതുകൂടാതെയുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. ഡിയർനെസ് അലവൻസ്, ലീവ് സാലറി, അങ്ങനെയുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഈ വേജസ് അല്ലെങ്കിൽ സാലറിക്ക് പുറമേ വരുന്നുണ്ട്. അതുകൂടാതെ നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, എഡ്യൂക്കേഷണൽ, അതുപോലെ അവർക്ക് ലിഷർമെൻറ്റിനുള്ള ഫെസിലിറ്റീസ്, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പം ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിയർലി ആ സാലറി മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന DA, TA, അതുപോലെയുള്ള ലീവ് സാലറി, അങ്ങനെയുള്ള മോണിറ്ററി ബെനിഫിറ്റും അതിൻ്റെ ഒപ്പം തന്നെ മെഡിക്കലായിട്ടോ എഡ്യൂക്കേഷനിലൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഇനി ഈ ലേബർ കോസ്റ്റിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതുമായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലേബറിന് കൊടുക്കുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് റെമ്യൂണറേഷൻ ഫോർ ആൻ എംപ്ലോയീസ് എഫേർട്ട് ആൻഡ് സ്കിൽസ് അപ്ലൈഡ് ഡയറക്ട്ലി ടു എ പ്രോഡക്റ്റ് ഓർ സെയിലബിൾ സർവീസും. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു മേശ ഉണ്ടാക്കുക. അപ്പോൾ ആ മേശ ഉണ്ടാക്കുന്ന കാർപ്പൻറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന വേജസ്, അതിന് നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയും. ഇനി ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ട്. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടല്ല. ഒരു ലേബറിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് 1-2 ഏരിയാസിൽ വ്യാപിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർവീസുമായിട്ട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാതെ ഉള്ള ലേബേഴ്സ്, അവർക്ക് കൊടുക്കുന്ന വേജസോ അതുപോലെ ബാക്കിയുള്ള അലവൻസും എല്ലാം കൂടിയാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന സാലറി, സൂപ്പർവൈസറെ സംബന്ധിച്ച് അദ്ദേഹം ആ ഫാക്ടറിയുടെ മൊത്തം ചുമതല ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം ചിലപ്പോൾ ഓഫീസിൽ എക്സ്ട്രാ എന്തെങ്കിലും ജോലികൾ അദ്ദേഹത്തിനുണ്ടായിരിക്കും. അങ്ങനെ സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന സാലറി, അതുപോലെ വാച്ച്മാനിന് കൊടുക്കുന്ന സാലറി, ഇതൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്. എന്തുകൊണ്ടാണ് ലേബർ കോസ്റ്റ് ഇത്രയും കൺട്രോൾ ചെയ്ത് പോകേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റിനൊപ്പം തന്നെ നമ്മൾ ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ കോസ്റ്റിൻ്റെ ഒരു ഭൂരിഭാഗവും വരുന്നത് ഈ ലേബർ കോസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇനി സ്കോപ്പ് ഓഫ് ലേബർ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ ഏരിയാസിലാണ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് എന്നൊരു ടേം ഇതിലൊക്കെ ഏതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്, രണ്ടും എന്താണെന്ന് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും. അതുപോലെ ഓരോ വർക്കറിൻ്റെയും ഏണിങ്സ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലേബർ കോസ്റ്റ് എന്നുള്ള ടൈം ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഓരോ ജോലിക്ക് ഓരോ ലേബറിന് എത്രത്തോളം കോസ്റ്റായി എന്ന് നോക്കുന്നു. അതുപോലെ കൺട്രോളിങ് ദ കോസ്റ്റ് ഓഫ് ലേബർ എഫക്റ്റീവ്ലി, ഓരോ ലേബേഴ്സിൻ്റെയും കോസ്റ്റ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വേജസൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ലേബർ കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് റോൾ ഓഫ് ലേബർ ഇൻസെൻറ്റീവ്സ് ഇൻക്രീസസ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ദെയർബൈ റിസൾട്ടിങ് ദ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ലേബറിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്, അങ്ങനെ വരുമ്പോൾ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. എന്ന് വെച്ചാൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലേബർ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ മോട്ടിവേഷൻ വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അതുവഴി നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ലേബർ കോസ്റ്റിൻ്റെ സ്കോപ്പായിട്ട് വരുന്നുണ്ട്. അടുത്ത് പറഞ്ഞേക്കുന്നത് റെക്കോർഡിംഗ് ഓഫ് ടൈം. ലേബർ ടൈം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്.
Recording of labor time is important in order to maintain discipline and regularity. The management must ensure that the workers come to the factory on time and are not leaving the factory before the stipulated time. അപ്പോൾ ഈ ടൈം റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഫാക്ടറിനെ സംബന്ധിച്ച് അവിടുത്തെ വർക്കേഴ്സ് ഇത്ര ടൈമിനുള്ളിൽ പഞ്ച് ചെയ്യണമെന്നുണ്ടായിരിക്കും. അതുപോലെ ഇത്ര സമയം കഴിഞ്ഞിട്ട് മാത്രമാണോ ഫാക്ടറി വിട്ടു പോകാവുള്ളൂ എന്നുണ്ടായിരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവരുടെ വരുന്ന സമയം, അവർ ഫാക്ടറി ലീവ് ചെയ്യുന്ന സമയം, അല്ല ഓഫീസ് ലീവ് ചെയ്യുന്ന സമയം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് റെക്കോർഡിംഗ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഹെൻസ് റെക്കോർഡിംഗ് ഓഫ് ടൈം ഈസ് എസെൻഷ്യൽ ഫോർ അസർട്ടിങ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് വർക്കേഴ്സ്. ടൈം റെക്കോർഡിംഗ് ടേക്സ് ഇൻ ടു അക്കൗണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഈ ടൈം റെക്കോർഡ് ചെയ്യാം, ടൈം കീപ്പിംഗ് ആയിട്ടും ടൈം ബുക്കിംഗ് ആയിട്ടും. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം ഓഫ് വർക്കേഴ്സ് അറൈവൽ അറ്റ് ആൻഡ് ഡിപ്പാർച്ചർ ഫ്രം ദ ഫാക്ടറി ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൻഡൻസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് വേജസ് ഷീറ്റ്. ഇപ്പോൾ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ലേബറും, ഓരോ തൊഴിലാളികളും ഫാക്ടറി വരുന്ന സമയവും അവർ ഫാക്ടറിയിൽ നിന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് പോകുന്ന സമയം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് അറ്റൻഡൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കീപ്പിംഗ് ഡിസിപ്ലിൻ ആൻഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി. അപ്പോൾ കറക്റ്റായിട്ട് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട്, എന്ന് വെച്ചാൽ ഒരു പങ്ക്ച്വാലിറ്റി കൊണ്ടുവരാനായിട്ടാണ് ടൈം കീപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് അറ്റൻഡൻസ് ടൈം ദ വേജസ് ഓഫ് വർക്കേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് പെയ്ഡ്. ദസ് ടൈം കീപ്പിംഗ് മീൻസ് റെക്കോർഡിംഗ് ദ ടൈം ഓഫ് വർക്കേഴ്സ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഫ്രം ദ ഫാക്ടറി ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൻഡൻസ് ആൻഡ് വേജ് കാൽക്കുലേഷൻ. അപ്പോൾ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ അവർ അറ്റൻഡൻസിന് വേണ്ടിയിട്ടും ഓരോ എംപ്ലോയീസും ഓർഗനൈസേഷനിൽ അല്ലെ ഫാക്ടറിയിൽ എൻട്രി ചെയ്യുന്ന സമയവും അവർ ലീവ് ചെയ്യുന്ന സമയം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൈം കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യാനായിട്ടും അതുപോലെ പേറോൾ പ്രിപ്പയർ ചെയ്യാൻ, അവരുടെ സാലറി ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും അതുപോലെ നോർമൽ ടൈം അതുപോലെ ഓവർ ടൈം ലേറ്റ് അറ്റൻഡൻസ്, നോർമൽ വർക്കിംഗ് അവേഴ്സ് എത്രയാണെന്നും ആരെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും ലേറ്റ് ആയിട്ടുള്ളവർക്ക് ലേറ്റ് അറ്റൻഡൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ടൈം കീപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മേക്കിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, ടൈം കീപ്പ് ചെയ്യുക, അറ്റൻഡൻസ് കീപ്പ് ചെയ്യുക എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ഓരോ ഓർഗനൈസേഷനിലും, ഓരോ ഓർഗനൈസേഷൻ എന്നല്ല എല്ലാ ഓർഗനൈസേഷനെ സംബന്ധിച്ചും കറക്റ്റായിട്ട് ടൈം കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ലീഗൽ റിക്വയർമെൻറ്റ് തന്നെയാണ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് തന്നെയാണ്. ദെൻ കാൽക്കുലേറ്റിംഗ് ലേബർ കോസ്റ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ, കാൽക്കുലേറ്റിംഗ് ഓവർഹെഡ് കോസ്റ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ. പിന്നെ ഉള്ളത് ഓരോ ജോലിയിലും ഓരോ വർക്കേഴ്സിൻ്റെയും ലേബർ കോസ്റ്റ് അതുപോലെ ഓവർഹെഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ടൈം കീപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ട് രീതിയിൽ ടൈം കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ അറ്റൻഡൻസ് എടുക്കാം, മാനുവൽ മെത്തേഡും മെക്കാനിക്കൽ മെത്തേഡും. മാനുവൽ മെത്തേഡിനകത്തുള്ള കുറച്ച് സിസ്റ്റംസാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റൻഡൻസ് രജിസ്റ്റർ, മസ്റ്റർ റോൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അറ്റൻഡൻസ് രജിസ്റ്റർ ഓർ മസ്റ്റർ റോൾ, മെറ്റൽ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് മാനുവലായിട്ട് നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്നത്. ഫസ്റ്റത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ടാവും. ഓരോരും വരുന്ന സമയം അവർ ലീവ് ചെയ്യുന്ന സമയം എഴുതി ഒപ്പിടുന്നതന്നെയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു ടൈം കീപ്പർ വേണം, ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കാനായിട്ട് ഒരു ടൈം കീപ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ ഫാക്ടറി ഗേറ്റിൽ അദ്ദേഹം ഉണ്ടാവും, ഓരോരുത്തരുടെ ടൈമും എഴുതും. അതുപോലെ അവർ ഡിപ്പാർട്ട് ചെയ്യുന്ന ടൈമും അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ബുക്കിൽ എഴുതും. അതുപോലെ ദ അറ്റൻഡൻസ് രജിസ്റ്റർ contains columns to record the name of the worker, workers number, rate of wages, time of arrival and departure. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത് ചെറിയ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരും ക്യൂ നിന്ന് പേരെഴുതി ഒപ്പിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ഈ ഒരു ടൈം കീപ്പറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഗേറ്റിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അതുപോലെ വർക്കേഴ്സിനെ സംബന്ധിച്ചും ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്പേഴ്സിൽ ചെറുതായിട്ടുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ നമ്പർ ചെറുതായിട്ടുള്ള ഓർഗനൈസേഷൻ മാത്രമാണ് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഇങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസ്റ്റർ റോൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത ഒരു മാനുവൽ മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റൽ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് വർക്കർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ നമ്പേർഡ് മെറ്റൽ ഡിസ്ക് ഓർ
metal disk. On entering the factory, the worker takes his numbered metal disk from the board and puts it into the box. അപ്പോൾ ഇത് മൊത്തം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഓരോ എംപ്ലോയീസിനും ഓരോ നമ്പർ ഇട്ട് ഒരു ചെറിയൊരു മെറ്റൽ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ചെറിയ കോയിൻ പോലെ ഒരു മെറ്റൽ ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പം ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫാക്ടറി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ എഴുതി ആ മെറ്റൽ ഡിസ്ക് അദ്ദേഹം എടുക്കുകയും പറഞ്ഞിരിക്കുന്ന ഒരു ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് ഫാക്ടറിയുടെ ടൈം 10 മണിക്കുള്ളിൽ വരണമെന്നാണെങ്കിൽ ആഫ്റ്റർ 10 o'clock ഈ ഒരു ബോക്സ് ഇവിടുന്ന് ക്ലർക്ക് എടുത്ത് മാറ്റും. ഒരു ടൈം കീപ്പർ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽ ഡിസ്ക് അടങ്ങിയിരിക്കുന്ന 2 ബോക്സുകളും എടുത്ത് മാറ്റും. അപ്പോൾ താമസിച്ച് വരുന്നവർക്ക് അവരുടെ മെറ്റൽ ഡിസ്ക് അവർക്ക് ആ പറഞ്ഞിരിക്കുന്ന ബോക്സിൽ ഇടാനായിട്ട് പറ്റത്തില്ല. ഇനി ആ ഇട്ടേക്കുന്നവരുടെ ആ ബോക്സ് ടൈം കീപ്പർക്ക് നോക്കി ആരൊക്കെ കറക്റ്റ് ടൈമിൽ വന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. ഇതൊക്കെ ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡിലാണ് വരുന്നത്. ഒരുപാട് എംപ്ലോയീസ് ഉള്ള സാഹചര്യത്തിൽ ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലല്ല. അപ്പം മാനുവലായിട്ട് ഈ 2 രീതിയിലാണ് അറ്റൻഡൻസ് ടൈം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഒന്നേ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഡിസ്ക് ഉണ്ടാവും. ഇനി അടുത്ത മെക്കാനിക്കൽ മെത്തേഡാണ് ഇപ്പോൾ കൂടുതലായിട്ട് പഞ്ചിങ് മെഷീനൊക്കെ ഇല്ലേ, അതിനെയാണ് ഈ മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഉണ്ട്, ഡയൽ ടൈം റെക്കോർഡ്സ് ഉണ്ട്, പഞ്ചിങ് സിസ്റ്റം ഉണ്ട്. ഓരോന്നും എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ മെത്തേഡ്സിൽ ഈ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്. Time recording clock automatically records the time of arrival and departure of the workers. Under this method, each worker is given a time card. These cards are arranged in a rack near the factory gate. On arrival, the workers has to pick up his card from the in rack and insert it in the time recording clock. The time recording clock will print the exact time of arrival and he places the card in out rack. On departure, he takes his card from the out rack and inserts the card in time clock to record the time of departure and places the card in the in rack. This is repeated for every arrival and departure. ഇനി ഈ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ മെത്തേഡാണ്. ഒരു എന്താ പറയുക, ഒരു ടൈം ക്ലോക്ക് അവിടെ വെച്ചിരിക്കും. അപ്പം ചെയ്യേണ്ട ഇത്രയാണ്. ഓരോ എംപ്ലോയീസിനും ഓരോ ഈ മെറ്റൽ കാർഡ് പോലെ ഓരോ കാർഡ് കൊടുത്തിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു ഫാക്ടറിയിലോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ കാർഡ് ഇൻട്രാക്കിൽ നിന്നെടുത്ത് ഈ ക്ലോക്കിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ക്ലോക്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടൈം എത്രയോ അത് ഈ ക്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് എക്സാക്റ്റ് ടൈം, ഇപ്പം മിനിറ്റോ അല്ലെങ്കിൽ സെക്കൻഡ്സ് വരെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് വരുന്നു. അതിനുശേഷം ഇദ്ദേഹം ആ കാർഡ് വീണ്ടും എടുത്ത് നമ്മൾ ATM നിന്നൊക്കെ എടുക്കുന്ന പോലെ എടുത്തിട്ട് ഔട്ട് റാക്കിൽ ഇടുന്നു. ഇനി തിരിച്ച് വരുമ്പം ഔട്ട്രാക്കിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കാർഡ് എഗെയിൻ എടുത്ത് ഈ ക്ലോക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡിപ്പാർച്ചർ ടൈം എത്രയാണെന്ന് അതിൽ രേഖപ്പെടുത്തും. അതിനുശേഷം അദ്ദേഹം അത് ഇൻട്രാക്കിലോട്ട് ഇടുന്നു. ഇങ്ങനെ ഇത് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുക. ഔട്ട്രാക്കിൽ നിന്ന് ക്ലോക്കിലോട്ട് വരുന്നു, ക്ലോക്കിൽ നിന്ന് ഇൻട്രാക്കിൽ നിന്ന് ക്ലോക്കിലോട്ട് വരുന്നു, ദെൻ ഔട്ട്രാക്കിൽ വെക്കുന്നു, വൈകുന്നേരം നേരെ തിരിച്ചും ചെയ്യുന്നു. ഇതിനാണ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ടൈം കാർഡ് എന്നുള്ളത് എൻ്റെ സ്പെസിമെൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. വർക്കറിൻ്റെ പേരും എത്രയാണ് നമ്പർ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നും ഓരോ ദിവസവും എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്തത് ഡയൽ ടൈം റെക്കോർഡർ. ഇവിടെ രണ്ടാമത്തെ മെക്കാനിക്കൽ മെത്തേഡാണ് ഡയൽ ടൈം റെക്കോർഡർ. ഡയൽ ടൈം റെക്കോർഡർ ഹാസ് എ ഡയൽ വിത്ത് എ നമ്പർ ഓഫ് ഹോൾസ്. ഈച്ച് ഹോൾ ബിയേഴ്സ് എ നമ്പർ വിച്ച് കറസ്പോണ്ട് ടു ദ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദി വർക്കർ കൺസേൺഡ്. While entering the factory, the worker moves the arm and presses it into the hole allotted to him. This automatically records the time on a paper roll inside the recorder. This machine is kept under the supervision of timekeeper. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഡയൽ റെക്കോർഡറാണ്, ഡയൽ ടൈം റെക്കോർഡർ. ഇവിടെ ഒരു ഡയൽ എന്താ പറയുക, നമ്മുടെ ഫോണിൻ്റെയൊക്കെ പോലെ ഒരു ഡയലിംഗ് പാടുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പർ, ഓരോ ജോലിക്കാർക്കും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഈ ഡയൽ ടൈമിൽ അല്ലെങ്കിൽ ഈ ഡയലർ പാഡിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡാകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പറിനോ കറസ്പോണ്ടായിട്ട് അദ്ദേഹം അങ്ങനെ ടൈം റെക്കോർഡ് ചെയ്യുകയാണ്, ഡയൽ ടൈം റെക്കോർഡിൽ ചെയ്യുന്നു. ദെൻ തേർഡ് വൺ പഞ്ചിങ് സിസ്റ്റം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു അറ്റൻഡൻസ് സിസ്റ്റമാണ് ഈ പഞ്ചിങ് സിസ്റ്റം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഓഫീസിലും കണ്ടുവരുന്നത് ഈ പഞ്ചിങ് സിസ്റ്റമാണ്. അപ്പം നമുക്കറിയാതെ പറയാതെ തന്നെ അറിയാം, ഗവൺമെൻറ് ഓഫീസിലും അതുപോലെ ബാക്കി ബാങ്കുകളിലൊക്കെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ഈ ഒരു മെത്തേഡാണ് കാണുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ തമ്പ് ഇംപ്രഷൻ അവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെന്ന സമയം അവിടെ വന്നിരിക്കും, ഡേറ്റ് സമയം എല്ലാം വന്നിരിക്കും. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് പഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം അറ്റൻഡൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് ടൈം കീപ്പിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. അടുത്ത ഒരു
ടൈം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ടൈം ബുക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം ആക്ച്വലി സ്പെൻഡ് ബൈ ദ വർക്കർ ഓൺ വേരിയസ് ജോബ്സ് ഡൺ ബൈ ഹിം ഇൻ ദ ഫാക്ടറി. അപ്പോൾ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ജോലിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ആ ഫാക്ടറിയിൽ പല ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പം ഏതെങ്കിലും മെയിൻ ഓഫീസിലെ മാനേജറെ അല്ലെങ്കിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പല ജോലിയിൽ ചെയ്യുന്ന ആൾക്ക് വേരിയസ് ജോബ്സിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്ന് രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം പല ജോലികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്ക് ഓരോന്നിൻ്റെയും മജോറിറ്റിക്ക് അല്ലെങ്കിൽ മജോറിറ്റി അല്ല ഇമ്പോർട്ടൻസ് അനുസരിച്ച് അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. ഓരോ ജോലിക്കും എത്ര ടൈം സ്പെൻഡ് ചെയ്തതനുസരിച്ച് അവർക്ക് പേയ്മെൻറ്റ് നടത്തും. ഇനി എന്തിനാണ് ഇങ്ങനെ ടൈം ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മൾ ടൈം ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈം പെയ്ഡ് ഫോർ ഇറ്റ്സ് റീസണബിളി യൂട്ടിലൈസ്ഡ്. അപ്പം ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ച് അദ്ദേഹം ആ ഓഫീസിൽ വർക്ക് ചെയ്ത സമയമെല്ലാം അദ്ദേഹം ഐഡിയലായിട്ട് ഇരുന്നിട്ടില്ല, ഫുൾ ടൈം അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു എന്ന് വരുന്നുണ്ട്. തേർഡ് വൺ, ടു നോ ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. ഓരോ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി അറിയാനായിട്ട് നമുക്ക് ടൈം ബുക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐഡിയൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കമ്പയർ ദ ആക്ച്വൽ ടൈം ടേക്കൺ വിത്ത് ദ ടൈം അലോട്ടഡ് ഫോർ കംപ്ലീറ്റിംഗ് എ ജോബ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജോലിക്ക് നമ്മൾ ഇത്ര സമയത്തുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു എംപ്ലോയി ആ ടൈമിനുള്ളിൽ തീർത്തുമില്ലോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ടൈം ബുക്കിംഗ് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന് വേരിയസ് മെത്തേഡുണ്ട്. ടൈം ബുക്കിങ്ങിൻ്റെ വേരിയസ് മെത്തേഡ്. ടൈം കീപ്പിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ പറഞ്ഞു, മെറ്റാലിക് മെത്തേഡ്, മാനുവൽ മെത്തേഡ് ഉണ്ടെന്ന്. ഇനി ടൈം ബുക്കിങ്ങിൻ്റെ മെത്തേഡ് പറഞ്ഞേക്കുന്നത് ഒരു 5 രീതിയിൽ വന്നിട്ടുണ്ട്. ഡെയിലി ടൈം ഷീറ്റ് ഉണ്ട്, വീക്ക്ലി ടൈം ഷീറ്റ് ഉണ്ട്, ജോബ് കാർഡ്സ് ഓർ ജോബ് ടിക്കറ്റ്സ് ഉണ്ട്, ടൈം ആൻഡ് ജോബ് കാർഡുണ്ട്, പീസ് വർക്ക് കാർഡുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ടൈം ബുക്ക് ഓരോ ജോലിക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡെയിലി ടൈം ഷീറ്റ്. Daily timesheet is a daily record of the work done by a worker. Each worker is given a daily timesheet in which he records the particulars of his time spent on each job. These sheets are used in small organization. അപ്പോൾ ഈ ഡെയിലി ടൈം ഷീറ്റ് കൊടുക്കുന്നത് ചെറിയ ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസിനാണ്. അവരുടെ കയ്യിൽ എന്നും ഒരു ചെറിയൊരു ഷീറ്റ്, ഒരു പേപ്പർ കൊടുത്തിരിക്കും. അതിനകത്ത് ഇത്തരം കാര്യങ്ങളുണ്ടായിരിക്കും. നെയിം, അദ്ദേഹം വർക്ക് ചെയ്യുന്ന മെഷീൻ ഏതാണെന്നും, അതുപോലെ ഓരോ ജോലി നമ്പറും ഡിസ്ക്രിപ്ഷനും എന്തൊക്കെ ജോലിയാണ് കൊടുത്തതെന്നുള്ളതും അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ ഫിനിഷ് ചെയ്തു, ടോട്ടൽ എത്ര അവർ വർക്ക് ചെയ്തു, ഇതൊക്കെയാണ് ടൈം ഷീറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാനായിട്ട് സാധിക്കും. ഓരോ അവേഴ്സിന് കൊടുക്കുന്ന റേറ്റും ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെയാണ് വീക്ക്ലി ടൈം ഷീറ്റും വരുന്നത്. ഇത് ഡെയിലി അല്ല, വീക്കിലി കൊടുക്കുന്നതെന്നുള്ളൂ. ഓരോ ദിവസവും അതിൻ്റെ ആ ഒരു സ്പെസിമെൻ നോക്കി അറിയാം. മൺഡേ അപ്പോൾ ഏതൊക്കെ വർക്ക് ചെയ്തു, നോർമൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഓവർ ടൈം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ. ദിസ് ഇസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദ ഡെയിലി ടൈം ഷീറ്റ്. അണ്ടർ ദിസ് സിസ്റ്റം ഈച്ച് വർക്കേഴ്സ് അലോട്ടഡ് എ ടൈം ഷീറ്റ് ഓൺ വിച്ച് ദ വർക്കർ എൻറ്റേഴ്സ് ദ പാർട്ടിക്കുലേഴ്സ് ഓഫ് ദി വർക്ക് ഫോർ എ കംപ്ലീറ്റ് വീക്ക്. ഒരു വീക്കിലേക്കുള്ള കാര്യമാണ് വീക്ക്ലി ടൈം ഷീറ്റിൽ എഴുതുന്നത്. ദീസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെർ ദർ ആർ എ ഫ്യൂ ജോബ്സ് ഇൻ എ വീക്ക്. ദിസ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ബൈ കോൺട്രാക്ടേഴ്സ് ആൻഡ് സിവിൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ കോൺട്രാക്ടേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സൊക്കെയാണ് ഈ വീക്ക്ലി ടൈം ഷീറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ടൈം ഷീറ്റിൻ്റെ ഒരു കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ചെയ്ത ഫോമാണ് വീക്ക്ലി ടൈം ഷീറ്റ്. തേർഡ് വൺ, ജോബ് കാർഡ്സ്. ജോബ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ജോബ് കാർഡ് ഫോർ ഈച്ച് ജോബ് ഈസ് പ്രിപ്പയർഡ്. ദിസ് ജോബ് കാർഡ് ഈസ് ഇഷ്യൂഡ് ഫ്രം ദ ഫോർമാൻസ് ഓഫീസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോംഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫോളോവഡ്. വെൻ ദ ജോബ് സ്റ്റാർട്ട്സ് ദ ടൈം ഈസ് എൻറ്റേർഡ് ഇൻ ദ കാർഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് the job card is given back to the foreman. Such cards are mainly used by business in which there are advanced production control procedure. ഇപ്പോൾ ഒരു ജോബ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെയിലി ടൈം ഷീറ്റൊക്കെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓരോ ജോലി കൊടുക്കുമ്പോൾ എപ്പോൾ തുടങ്ങി, എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എത്ര മണിക്കൂർ നോർമൽ വർക്ക് ചെയ്തു, ഇനി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഫോർമാൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതാണ്. നമ്മുടെ ജോലി കഴിയുമ്പോൾ, ഒരു പർട്ടിക്കുലർ ജോലി കഴിയുമ്പം ആ ഫോർമാൻ്റെ ഓഫീസിലോട്ട് തന്നെ നമ്മളത് റിട്ടേൺ കൊടുക്കണം. ഇന്ന് അവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ കോസ്റ്റ് എത്രത്തോളം ടോട്ടൽ കോസ്റ്റ് ആയി എന്നുള്ള കാര്യമൊക്കെ അസർട്ടൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ടൈം ആൻഡ് ജോബ് കാർഡ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. ടൈം ഷീറ്റും ജോബ് കാർഡും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടൈം ആൻഡ് ജോബ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് എ കാർഡ് വിച്ച് കണ്ടെയ്ൻസ് 2 പാർട്സ്, വൺ ടു ബി ഫിൽഡ് അപ്പ് ആസ് എ ജോബ് ആൻഡ് അതർ ആസ് എ ടൈം കാർഡ്.
Thus, this card records both the time spent and working time of workers on the same paper. This is a combination of time and job card system. അപ്പോൾ ആ സ്പെസിഫിൻ നോക്കി അറിയാം. ഇതിനകത്ത് നമ്മുടെ ഒരു ആഴ്ചയിലും നമുക്ക് ടൈം എത്രത്തോളം ടൈം നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളത്, നോർമൽ ടൈം ഉണ്ടോ, ഓവർ ടൈം ഉണ്ടോ, കറക്റ്റ് ആ ജോലി ചെയ്യാൻ എത്ര ടൈം വേണമായിരുന്നു, അപ്പോൾ എത്ര നേരം നമ്മൾ ഐഡിയലായിട്ട് പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ അല്ലെങ്കിൽ ചോറിനാനോ അങ്ങനെയൊക്കെ ഐഡിയലായിട്ട് പോയതെങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ടൈം കാർഡും ജോബ് കാർഡും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ് ടൈം ആൻഡ് ജോബ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, പീസ് വർക്ക് കാർഡ്. This system can be conveniently adopted in cases workers are paid on piece rate system. അപ്പോൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫാക്ടറിയിൽ പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ, പീസ് റേറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിക്കാൻ വരുന്നുണ്ട്. ഒരു എത്ര നമ്പർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനിലാണ് ഈ പീസ് വർക്ക് കാർഡ് ഉപയോഗിക്കുന്നത്. ഈ പീസ് വർക്ക് കാർഡ് ഈസ് ഇഷ്യൂ ടു ഈച്ച് വർക്കർ. ദിസ് കാർഡ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ നമ്പർ ഓഫ് ജോബ്സ് കംപ്ലീറ്റഡ് ബൈ എ വർക്കർ. ഈ പറഞ്ഞേക്കുന്നത് തന്നെ ഇവിടെ വന്നേക്കുന്നത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര മണിക്കൂർ എടുത്തു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ എത്ര എണ്ണം എന്തെങ്കിലും എന്താ പറയുക ഡിഫക്റ്റ് ആയിട്ടൊക്കെ പോയി, എത്ര എണ്ണം റിജക്റ്റ് ആയി പോയി എന്നുള്ള കാര്യം ഇൻസ്പെക്റ്റ് ചെയ്തോ, ആര് ഇൻസ്പെക്റ്റ് ചെയ്തു, അതുപോലെ പീസ് റേറ്റ്, ഓരോന്നിനും എത്ര റേറ്റാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പീസ് വർക്ക് കാർഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അതിന് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ടൈം കീപ്പിംഗ് ഓൺ ടൈം ബുക്കിംഗ്. ടൈം കീപ്പിംഗ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഓരോ ഓർഗനൈസേഷൻ്റെയും റിക്വയർമെൻറ്റാണ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമല്ല, അത് ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെക്കൻഡ് ഡിഫറൻസ്, ഇറ്റ് റെക്കോർഡ്സ് എ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എ വർക്കർ ഇൻ ദ ഫാക്ടറി. ഓരോ വർക്കറും വരുന്ന ടൈമും അതുപോലെ ഡിപ്പാർച്ചർ ചെയ്യുന്ന ടൈമും നമുക്ക് ടൈം കീപ്പിംഗ് വഴി അറിയാനായിട്ട് സാധിക്കുന്നു. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെക്കോർഡ്സ് എ ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഓൺ എ ജോബ്. ഓരോ പർട്ടിക്കുലർ ജോലിയിൽ ഓരോ വർക്കർ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്ന അറിയാനാണ് ടൈം ബുക്കിംഗ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ മീൻസ് ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റർ, മെറ്റൽ ഡിസ്ക് ആൻഡ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്. അപ്പം ഈ പറഞ്ഞേക്കുന്ന അറ്റൻഡൻസ് രജിസ്റ്ററോ അല്ലെങ്കിൽ മെറ്റൽ ഡിസ്കോ ടൈം റെക്കോർഡിംഗ് ക്ലോക്കോ ഡയൽ ടൈമോ അല്ല പഞ്ച് മെഷീൻ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടൈം കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ടൈം ബുക്കിങ്ങിൽ ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓൺ ജോബ് കാർഡ്സ് ഓർ ജോബ് ടിക്കറ്റ്. അപ്പോൾ ജോബ് കാർഡോ അല്ല ജോബ് ടിക്കറ്റോ വെച്ചിട്ടാണ് ടൈം ബുക്കിംഗ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓവർ ടൈം, നോർമൽ ടൈം ആൻഡ് ലേറ്റ് അറ്റൻഡൻസ്. അപ്പോൾ നമുക്ക് ടൈം കീപ്പിംഗ് ഉപയോഗിക്കുന്നത് ഓവർ ടൈം ആയാലും വർക്ക് ചെയ്തോ, നോർമൽ ടൈം എത്രത്തോളം വർക്ക് ചെയ്തു, അപ്പോൾ ലേറ്റ് ആയിട്ട് വന്നവരാരൊക്കെ എന്നൊക്കെ അറിയാനാണ് ടൈം കീപ്പിംഗ് ഉപയോഗിക്കുന്നത്. ടൈം ബുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെഗ്രിഗേറ്റ് ഐഡൽ ടൈം ഇൻ ഓർഡർ ടു കൺട്രോൾ ഇറ്റ്. ടൈം ബുക്കിങ്ങിൽ കൂടുതലായിട്ട് ഐഡിൽ ടൈം എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള അറിയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഷോസ് എ കറക്റ്റ് റെക്കോർഡ് ഓഫ് വർക്കേഴ്സ് അറ്റൻഡൻസ്. വർക്കേഴ്സ് അറ്റൻഡൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ടൈം കീപ്പിംഗ് വഴിയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത ടൈം ബുക്കിംഗ് വഴി അറിയാൻ പറ്റുന്ന ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന ടൈമിനനുസരിച്ച് അവരത് റീസണബിളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ച് അവർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാനാണ് ടൈം ബുക്കിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ സിക്സ്ത് വൺ, ഇറ്റ് ഈസ് റെക്കോർഡഡ് വർക്കർ വൈസ്. ഓരോ വർക്കർ വൈസാണ്, അല്ലെ ഓരോ ജോലിക്കാരെ വെച്ചിട്ടാണ് അറ്റൻഡൻസ് ഒക്കെ നമ്മളെടുക്കുന്നത്. പക്ഷേ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ജോലിയും അതിന് എത്രത്തോളം ടൈം വേണം നോക്കി ജോബ് വൈസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. സെവൻത് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അറ്റൻഡൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ടൈം ബുക്കിംഗ് വരുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എയ്ത്ത് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻഫോഴ്സ് ഡിസിപ്ലിൻ ഇൻ അറ്റൻഡൻസിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ടാണ് ടൈം കീപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് ആക്ച്വൽ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഐഡിൽ ടൈം ഉണ്ട്, നോർമൽ ടൈം ഉണ്ട്, നോർമൽ ഐഡിൽ ടൈം ഉണ്ട്. ഇതെന്തൊക്കെയാണെന്നുള്ളത്, ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്ന ടൈമിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ടൈം ഫോർ വിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് ബട്ട് നോ പ്രൊഡക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ്. അപ്പം ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ഈ ചോറുണ്ണാനായിട്ട് പോയിടുന്നു അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നു, അങ്ങനെയൊക്കെ. ആ സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ പ്രൊഡക്ഷൻ ഒന്നും ആ സമയത്ത് നടക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഐഡിൽ ടൈം വരുന്നുണ്ട്, കറണ്ട് പോവുകയാണെങ്കിൽ പവർ ഫെയിലിയർ വരുമ്പോൾ ഐഡിൽ ടൈം ആവും, ലോഡ് ഷെഡിങ്, അതുപോലെ ഇൻസ്ട്രക്ഷൻ കിട്ടാൻ എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ, അതുപോലെ റോ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഐഡിൽ ടൈമായിട്ട് വരുന്നത്. ഐഡിൽ ടൈമിൽ രണ്ടായിട്ട് തിരിച്ചേക്കുന്നുണ്ട്, നോർമൽ ഐഡിൽ ടൈമും അബ്നോർമൽ ഐഡിൽ ടൈമും. ഐഡിൽ ടൈം വിച്ച് അറൈസസ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ റീസൺസ് ഇസ് കോൾഡ് നോർമൽ ഐഡിൽ ടൈം. അപ്പം എങ്ങനെയായാലും കുറച്ച് സമയം ഐഡിയലായിട്ട് പോകും, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളതാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ പറഞ്ഞാൽ നമ്മൾ ലഞ്ച് ബ്രേക്ക്, അതുപോലെ നമ്മൾ ടീ ബ്രേക്ക് എടുക്കുന്നത്, അതുപോലെ ഫാക്ടറിയിൽ നിന്ന്
ഗേറ്റിൽ നിന്ന് ഫാക്ടറി വരെ നടക്കാനുള്ള ദൂരം, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ഫാക്ടറി ഗേറ്റിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് വരെ നടക്കാനുള്ള ദൂരം, ഇത് കുറച്ചധികം ദൂരം ഉണ്ടെങ്കിൽ ആ നടക്കുന്ന ടൈം ഐഡിൽ ടൈമായിട്ട് പോകും. അതുപോലെ ഇൻസ്ട്രക്ഷൻ, നമ്മുടെ ഹെഡിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടാൻ താമസിക്കുമ്പോൾ വരുന്ന ആ ഒരു ഡിലേ. പിന്നെ ഉള്ളത് വെയിറ്റിംഗ് ടൈം ഇൻ ചേഞ്ചിങ് ജോബ്സ് ആൻഡ് മെഷീൻ. എന്തെങ്കിലും ഒരു മെഷീൻ അടുത്ത ജോലി ചെയ്യുമ്പോൾ മെഷീൻ മാറ്റണമെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് ടൈം പോകും. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇതിൻ്റെ മൊത്തം കോസ്റ്റും വഹിക്കുന്നത് എംപ്ലോയർ ആയിരിക്കും, അതായത് ജോലി കൊടുക്കുന്ന ആൾ തന്നെയായിരിക്കും. ഇനി അടുത്തത് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ, അല്ല നമ്മൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്ന ടൈമിനെയാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ മെഷീൻ ബ്രേക്ക് ഡൗൺ വരുന്നു, പവർ ഫെയിലിയർ വരുന്നു, ഫയർ ആൻഡ് ആക്സിഡൻറ്റ് വരുന്നു, സ്ട്രൈക്ക് ലോക്കൗട്ട് വരുന്നു, അതുപോലെ ഫ്ലഡ്, എർത്ത് ക്വിക്സ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. നമ്മൾ കുറച്ച് ഫ്ലഡ് വരുമ്പോൾ നമ്മുടെ മെഷീൻസൊക്കെ മാറ്റി വെക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രൈക്ക് എംപ്ലോയീസുമായിട്ട് നല്ല സ്മൂത്തുള്ള ഒരു റിലേഷൻ ആയിരുന്നു, സ്ട്രൈക്ക് ലോക്കൗട്ട് വരത്തില്ലായിരുന്നു. അതുപോലെ പവർ ഫെയിലിയറിന് നമ്മളനുസരിച്ചുള്ള ജനറേറ്ററോ ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓവർ ടൈം വരുന്നുണ്ട്. ഓവർ ടൈം എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കുറച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ടൈം, അതിൻ്റെ റീസൺസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓവർ ടൈമിൻ്റെ പ്രീമിയത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓവർ ടൈം എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലേബർ കോസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള പ്രോബ്ലംസ് ഉൾപ്പെടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കുറച്ച് പ്രോബ്ലംസ് ഉള്ളു പഠിക്കാനായിട്ട്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള തിയറിയും പ്രോബ്ലവും നമുക്ക് പഠിക്കാം. ഓക്കെ.